CPM-നെതിരെ ആഞ്ഞടിച്ച് CPI. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ തർക്കമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ആർക്കും കഴിയില്ലെന്നും കീഴ്വഴക്കമല്ല രാഷ്ട്രീയമാണ് വലുതെന്നും ബിനോയ് വിശ്വം. ജനാധിപത്യപരമാകുമ്പോൾ മുന്നണിയിൽ എല്ലാ സ്ഥാനവും പങ്കുവച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. MS വീണയാണ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. വീണ, എപ്പോഴാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രതികരണം വന്നത്? CPM-നെ പരോക്ഷമായി തന്നെ വിമർശിക്കുകയാണല്ലോ ബിനോയ് വിശ്വം. കാരണം ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടും മറ്റല്ലാതെയുമൊക്കെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ ഭിന്നത ഈ രണ്ട് പാർട്ടികൾക്കും ഇടയിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രസ്താവന എവിടെയാണ് നടത്തിയത്? എന്താണ് ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നത്? ഗൗതം, അല്പസമയങ്ങൾക്ക് മുമ്പ് MN സ്മാരകത്തിൽ നടന്ന ഒരു അനുസ്മരണ പരിപാടിക്കിടയിലാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ CPM-നെതിരെ കടുത്ത ഭാഷയിൽ CPI സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പല വിഷയങ്ങളിൽ തുറന്ന് പറയുന്നൊരു സമീപനം പലപ്പോഴും CPI സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടായ പരാജയം, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായ വീഴ്ച, ഒപ്പം തന്നെ ചർച്ചയിലുണ്ടായ കാര്യങ്ങളടക്കം അത് വിമർശനം ഉന്നയിക്കുവാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ളൊരു തീരുമാനം മുന്നണിയിൽ ഉണ്ടാവുകയും അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തിയപ്പോൾ തന്നെ ഉപപ്രതിപക്ഷ നേതാവ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും തങ്ങളിൽ നിന്നൊരാളെ തന്നെ കണ്ടെത്തണമെന്നുള്ള ഒരു ആവശ്യം CPI ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് CPM എടുത്ത നിലപാട്. ആ നിലപാടിനെതിരെയാണ് ശക്തമായിട്ടുള്ളൊരു വിമർശനം ബിനോയ് വിശ്വം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കീഴ്വഴക്കം എന്നുള്ളത് അത് മാറ്റേണ്ടി വന്നാൽ മാറ്റേണ്ടതാണ്. അത് പാർട്ടിക്കല്ല എപ്പോഴും പ്രാധാന്യം. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും പങ്കുവെച്ചുകൊണ്ടുള്ള സ്ഥാനങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അത്തരത്തിൽ മാറ്റം വേണമെങ്കിൽ മാറ്റം കൊണ്ടുവരണം, പങ്കുവയ്ക്കൽ വേണമെങ്കിൽ ആ പങ്കുവയ്ക്കൽ നടപ്പാക്കണം എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ ഉപനേതൃസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ആവശ്യം അത് കത്ത് മുഖേനയാണ് നൽകിയത്. ആ കത്തിൻ്റെ മറുപടി തൻ്റെ പക്കലുമുണ്ട്. തങ്ങൾക്ക് ആ കത്ത് ലഭിച്ചതാണ്. ഒപ്പം തന്നെ അത് തുറന്നു പറഞ്ഞു എന്നുള്ളത് വലിയ അപരാധമായി കാണാൻ കഴിയില്ല. അത് പൊതുമധ്യത്തിൽ വലിയ രീതിയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. മുഖ്യമന്ത്രി സ്ഥാനമടക്കം വേണ്ടെന്ന് വെച്ച പാർട്ടിയാണ് CPI. അതിനാൽ തന്നെ സ്ഥാനം ചെറുതാണോ വലുതാണോ, സ്ഥാനത്തിൻ്റെ വലുപ്പത്തിനല്ല പ്രാധാന്യം, ആ സ്ഥാനം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജനാധിപത്യ മര്യാദയാണ്. ഒരു മുന്നണിക്കിടയിൽ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രാധാന്യം നൽകേണ്ട, ഒപ്പം തോളോട് തോൾ ചേർന്ന് സഹകരിക്കുന്ന പാർട്ടിക്ക് അവർക്ക് സ്ഥാനങ്ങൾ നൽകേണ്ടത് ഒരു മുന്നണി മര്യാദയാണ്, അത് ജനാധിപത്യ മര്യാദയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ CPM-ൽ അല്ലെങ്കിൽ മുന്നണിയിൽ ഇടതുപക്ഷത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപനേതൃസ്ഥാനത്തിനുള്ള അവകാശത്തിൽ ആ ഒരു വാദത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് CPM-നെ പരോക്ഷമായി വിമർശിച്ച രംഗത്തെത്തിയിരിക്കുന്നത്. മുന്നണി മര്യാദ LDF-നകത്ത് ഇപ്പോൾ ഇല്ല എന്ന വിമർശനം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. MS വീണ വിവരങ്ങൾ നൽകുകയായിരുന്നു.